ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വീട്ടിൽ ഇതുപോലത്തെ മക്രോണി ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിക്കാനായിട്ടാണ്. അപ്പം അതിനായിട്ട് നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്വല്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 2 പ്രാവശ്യം വിസിലടുപ്പിച്ച് കൊടുക്കാം. അപ്പം അത് കുക്കറൊക്കെ നന്നായിട്ട് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് നമ്മൾ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ടീസ്പൂൺ കൊണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം എന്ന് പറഞ്ഞാൽ 2 കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മുട്ട അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ ചിക്കി എടുക്കുന്നുണ്ട്. അപ്പം നന്നായി തന്നെ ചിക്കി എടുക്കണം. ഇനി അതൊന്ന് മാറ്റി വെക്കാം. ഇനി ആ പാനിൽ തന്നെ ഒരു സ്വല്പം കൂടിയും സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് സബോള അതുപോലെ അരിഞ്ഞിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊക്കെ ഇതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി പേസ്റ്റാണ്, അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റുമാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്ത് എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞതാണ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇടുന്നത് ക്യാരറ്റ് ഇതേ നീളത്തിൽ അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്ത്, ബീൻസും ചെറുതായി ഇതുപോലെ അരിഞ്ഞ് അതും ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മക്രോണി ഇതതുപോലെ വേവിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ വഴറ്റിയെടുത്ത് അതിൽ തന്നെ ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഇട്ടിട്ട് ഒന്ന് ചെറുതായി വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുരുമുളക് പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല ഒരു 1/2 ടീസ്പൂണ് അതും ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ക്യാരറ്റും ബീൻസും ഒന്ന് കടിക്കണ ഒരു ഇതിൽ ആയി കിട്ടിയാൽ മതി. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നനവ് കിട്ടണമെന്നെങ്കിലാണ് അതിൽ മക്രോണി ഇട്ട് കൊടുത്താൽ നന്നായിട്ട് അതിൽ പിടിക്കുള്ളൂ. അപ്പോൾ അതാ മക്രോണി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാതും ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് മുട്ട ചിക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ടൊമാറ്റോ സോസ് ഒരു 3 ചെറിയ പാക്കറ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും ഒഴിച്ച ശേഷം അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുപ്പിയിലുള്ള സോസ് ഉണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എൻ്റെ ഇതാണ് ഉണ്ടായിരുന്നുള്ളപ്പോൾ അതാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി മല്ലിച്ചപ്പ് ഒരു കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുന്ന ആ ഒരു രീതിയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നല്ല രുചിയാണ്. നല്ല എരിവും പുളിയും ഒക്കെ ആയിട്ട് നല്ല രുചിയാണ്. കുരുമുളകും സോസൊക്കെ ചേർത്ത കാരണം കൊണ്ട്. ഇത് നമ്മുടെ മോളുടെ വീട്ടിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. അവിടെ വെച്ചുണ്ടാക്കിയതാണ്. അപ്പം അങ്ങനെ വീഡിയോ ചെയ്തതാണ്. മുന്നേ ഇതിൻ്റെ മക്രോണിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, വേറെ രീതിയിലാണ്. അപ്പോൾ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.